Hello, hi, എല്ലാവർക്കും Digimark Academy ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാർക്കറ്റിംഗ് ഫണൽസ് എന്താണ് എന്ന് പഠിക്കാനാണ് പോകുന്നത്. മാർക്കറ്റിംഗ് ഫണൽസിനെ പറ്റി എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പലതരം പരസ്യങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങുകളും ചെയ്യാറുണ്ട്, ഡിജിറ്റലി ഉള്ള കാര്യങ്ങൾ. എന്നാൽ ഇതിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ നമുക്ക് കൺവേർഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ പരസ്യം ചിലപ്പോൾ ഒരുപാട് ആളുകൾ കാണും, നമ്മൾ ചെയ്യുന്ന പരസ്യം ഒരുപാട് ആളുകൾ റെസ്പോണ്ടും ചെയ്യും. പക്ഷേ അതൊരു കൺവേർഷൻ ലെവലിലേക്ക്, അതായത് ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക, അതല്ല ഒരു ലീഡ് ആണെന്നുണ്ടെങ്കിൽ ആ ലീഡ് നമ്മളെ തന്നെ ചൂസ് ചെയ്യുക, ഈ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫണൽസ് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. പലർക്കും മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്ന് അറിയത്തില്ല. മാർക്കറ്റിംഗ് ഫണലിൽ എന്തൊക്കെ തരം പരസ്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് പരസ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഡിജിമാർക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത യൂസേഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മാർക്കറ്റിംഗ് ഫണലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം ഫണൽസ് ആണ് മാർക്കറ്റിങ്ങിലുള്ളത്. അതിനകത്ത് ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണൽ. ഈ 3 ഫണൽ സിസ്റ്റത്തിനെ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിനെപ്പറ്റി ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരസ്യം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ പറ്റി, നമ്മൾ വർക്ക് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പരസ്യം ആദ്യമായിട്ട് ഒരു പുതിയ ആൾ കാണുന്ന ഒരു ഏരിയ, ആ ഏരിയയിലുള്ള പരസ്യങ്ങളെല്ലാം ടോപ്പ് ഓഫ് ദ ഫണൽ പരസ്യങ്ങളാണ്. കൂടുതലായിട്ടും ഇതിനെ ബ്രാൻഡ് അവയർനെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന പരസ്യങ്ങളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോപ്പ് ഓഫ് ദ ഫണലിൽ ഉൾപ്പെടുത്തണം. സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ വീഡിയോ ആഡ്സ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കാം. ഇതെല്ലാം ടോപ്പ് ഓഫ് ദ ഫണലിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ടോപ്പ് ഓഫ് ദ ഫണലിൽ എത്ര പരസ്യങ്ങൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒന്നിൽ കൂടുതലോ പരസ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ റൺ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ പരസ്യം, അപ്പോൾ അതിൻ്റെ പല രീതിയിലുള്ള വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവും. ആ വീഡിയോസിനെ എല്ലാം ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആ കമ്പനി റൺ ചെയ്യും. റൺ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നതും ബ്രാൻഡ് അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതായത് ഫേസ്ബുക്ക് മാത്രമാണോ, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ടോ, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഉണ്ടോ, ഇതെല്ലാം ചിന്തിക്കുന്ന ഒരു മേഖലയെല്ലാം ഈ ബ്രാൻഡ് അവയർനെസ്, അതായത് ടോപ്പ് ഓഫ് ദ ഫണലിൽ ഉൾപ്പെടുത്തണം. ചിലപ്പോൾ ടോപ്പ് ഓഫ് ദ ഫണലിൽ നമ്മൾ എന്ത് മാത്രമേ ഉൾപ്പെടുത്തത്തുള്ളൂ? ഫേസ്ബുക്ക് മാത്രമേ ഉൾപ്പെടുത്തത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും ടോപ്പ് ഓഫ് ദ ഫണലിൽ ഉൾപ്പെടുത്തും. ബ്രാൻഡ് അവയർനെസ്സിൽ നമ്മൾ ഏതൊക്കെ ഏരിയ ചൂസ് ചെയ്യണമെന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം കൂടുതലും ഒരു ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോഴല്ല, ഒരു ബ്രാൻഡിനെ പറ്റി, കാരണം ബ്രാൻഡ് അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്യും. പക്ഷേ ബ്രാൻഡ് അവയർനെസ് ഇല്ലാത്തൊരു ബ്രാൻഡിനെ പറ്റി ആരും സെർച്ച് ചെയ്യത്തില്ല. അപ്പോൾ ആ സെർച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നമ്മുടെ ബ്രാൻഡിനെ പറ്റിയുള്ള സെർച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ബ്രാൻഡ് അവയർനെസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ഫണലിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് തന്നത്. ടോപ്പ് ഓഫ് ദ ഫണലിൽ നിന്ന് നമ്മളിനി നേരെ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? മിഡിൽ ഓഫ് ദ ഫണലാണ്. മിഡിൽ ഓഫ് ദ ഫണൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ യൂസേഴ്സ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആണ്. അത് നമ്മളുടെ ബ്രാൻഡ് തന്നെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഏരിയയാണ് മിഡിൽ ഓഫ് ദ ഫണൽ. മിഡിൽ ഓഫ് ദ ഫണലിൽ എന്തൊക്കെ തരം മാർക്കറ്റിങ്ങുകൾ വരുമെന്ന് പറയാം. മിഡിൽ ഓഫ് ദ ഫണലിലാണ് മേ ബി നമ്മളുടെ ബിസിനസ്സിലേക്ക് എൻക്വയറി ചെയ്തവരുണ്ടാവും, ഒരു വാട്സാപ്പ് വഴി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അവരുടെ ഇമെയിൽ ID കിട്ടിയിട്ടുണ്ടാവും, അതുകൂടാതെ അവരുടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഈ കാര്യങ്ങൾ, റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ യൂസേഴ്സിനെ തന്നെ നമ്മൾ വീണ്ടും പരസ്യം, നമ്മുടെ ആദ്യത്തെ ബ്രാൻഡ് അവയർനെസ് പരസ്യം കണ്ട ആളുകളെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ കൺസിഡർ ചെയ്യാനുള്ള ടൈപ്പിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. കൺസിഡറേഷനിൽ ചിലപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റുകൾ എന്താണ്, അതിൻ്റെ പ്രൈസ് എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന, മുകളിൽ ബ്രാൻഡ് അവയർനെസ് ആണ് ടോപ്പ് ഓഫ് ദ ഫണലിലെങ്കിൽ മിഡിൽ ഓഫ് ദ ഫണലിൽ കൺസിഡറേഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ കൺസിഡർ ചെയ്യാനുള്ള ടൈപ്പ് പരസ്യങ്ങൾ ചെയ്യുക. കൂടുതലും മിഡിൽ ഓഫ് ദ ഫണലിലുള്ള പരസ്യത്തിലുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആണ്. റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആകുമ്പോൾ ആദ്യം നമ്മൾ പരസ്യം റൺ ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് റീമാർക്കറ്റിംഗ് ഓഡിയൻസിൽ ചെയ്യേണ്ടി വരത്തില്ല.
ഇനി ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദ ഫണലാണ്. അതായത് ബോട്ടം ഓഫ് ദ ഫണൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ബ്രാൻഡ് അവയർനെസ് ആഡ് കണ്ടു, അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റ് ആഡ് കണ്ടു, അവർക്ക് നമ്മൾ ഇമെയിൽ അയച്ചു, അവർക്ക് നമ്മൾ വാട്സാപ്പ് അയച്ചു, നമ്മുടെ റീമാർക്കറ്റിംഗ് ആഡ്സും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാലും യൂസർ കൺവേർട്ട് ആവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മുടെ ബ്രാൻഡ് തന്നെ വേണോ എന്ന് ചൂസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം. ആ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീഡ് മാഗ്നറ്റ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഓഫേഴ്സ് എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഈ ഓഫേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊടുക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ഈ ബോട്ടം ഓഫ് ദ ഫണലിൽ. ബോട്ടം ഓഫ് ദ ഫണലിനെ ഉള്ള ഏരിയയ്ക്ക് നമുക്ക് പറയാൻ പറ്റുക കൺവേർഷൻ എന്നാണ്. അതായത് കൺവേർഷൻ, നമ്മുടെ പ്രോഡക്റ്റ് വേണമെന്ന് അവർ തീരുമാനിക്കുന്ന ആ ഒരു സ്ഥലമാണ് ബോട്ടം ഓഫ് ദ ഫണൽ. അതായത് കൺവേർഷൻ നടക്കണം. ഇപ്പോൾ കൺവേർഷൻ നടക്കുന്നിടത്ത് നേരെ നമ്മുടെ പ്രോഡക്റ്റിന് ഇത്രയാണ് പ്രൈസ്, ഇതിന് ഓഫറൊന്നുമില്ല എന്നൊക്കെ ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് യൂസേഴ്സിന് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പരസ്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ബ്രാൻഡ് അവയർനെസ്, അതിനുശേഷം കൺസിഡറേഷൻ, അതിനുശേഷം കൺവേർഷൻ ലെവലിൽ നമ്മൾ എന്ത് ഓഫേഴ്സ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് കൺവേർഷൻ ലെവൽ ആഡ്സിലാണ് കാണിക്കേണ്ടത്. കൺവേർഷൻ ലെവൽ ആഡ്സ് കാണിക്കേണ്ടത് റീമാർക്കറ്റിംഗ് ഓഡിയൻസിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഇതിന് മുന്നേ ഉള്ള പരസ്യങ്ങളെല്ലാം ഇൻട്രാക്ട് ചെയ്തവർ, നമ്മുടെ പേജ് ഇൻട്രാക്ട് ചെയ്തവർ, ഫേസ്ബുക്കിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടവർ, നമ്മുടെ പേജ് കണ്ടവർ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചവർ, പേജിലേക്ക് മെസ്സേജ് അയച്ചവർ, ഇവരെയൊക്കെ നമുക്ക് ഓഡിയൻസ് ആയിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ ഫേസ്ബുക്കിൻ്റെ പിക്സൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത യൂസേഴ്സിനെ നമുക്ക് റീമാർക്കറ്റിംഗ് പരസ്യം കാണിക്കാൻ സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റ് സോഴ്സസിലും വെബ്സൈറ്റുകളിലുമൊക്കെയാണ് നമ്മളുടെ ബ്രാൻഡ് അവയർനെസ് ആഡ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ റീമാർക്കറ്റിംഗ് ടാഗുകൾ ഉപയോഗിച്ച് ഓഡിയൻസിനെ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഗൂഗിൾ ആഡ്സിലും നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കൺവേർഷൻ ആയിട്ടുള്ള പരസ്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് മുന്നേ പറഞ്ഞ ബ്രാൻഡ് അവയർനെസ്സും കൺസിഡറേഷനും ടോപ്പ് ഓഫ് ദ ഫണലിലും മിഡിൽ ഓഫ് ദ ഫണലിലും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് തന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണൽ, ഇതിന് ശേഷം ഏതൊക്കെ പരസ്യം, എത്ര പരസ്യം, അതിൻ്റെ ക്രിയേറ്റീവ്സ് ഏതൊക്കെ, ഓഫേഴ്സ് എന്താണ്, കൺസിഡർ ചെയ്യാനുള്ള പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ബ്രാൻഡ് അവയർനെസ്സിൽ എന്ത് ക്രിയേറ്റീവ്സ് ആണ് കൊടുക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ പരസ്യം ചെയ്യാനായിട്ട്. മാർക്കറ്റിംഗ് ഫണൽസിനെ പറ്റി നമ്മളിന്ന് ചെയ്ത വീഡിയോ ആണ്. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.